പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. സാധാരണഗതിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ജനവികാരം KSRTCക്ക് എതിരാവേണ്ടതാണ്. എന്നാൽ ജനങ്ങൾ CPMകാരടക്കം ഒരുമിച്ച് ഏകമനസ്സോടെ മേയറെ തള്ളിപ്പറഞ്ഞു. അതിൻ്റെ കാരണം മേയറുടെ അഹങ്കാരം തന്നെയാണ്. ഈ വിഷയത്തിൽ മേയർ കാട്ടിയ അഹങ്കാരം മാത്രമല്ല, 21ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അലങ്കരിച്ച അന്നു മുതൽ കാട്ടിക്കൂട്ടിയ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ തുടർച്ചയായതുകൊണ്ട് ജനങ്ങൾ നന്നേ വെറുത്തു തുടങ്ങിയിരുന്നു. അടച്ചു വേവിച്ച കറിക്ക് രുചി ഉണ്ടാവുള്ളൂ, അതുപോലെ അടികൊണ്ട് വളർന്ന ആശാരിക്ക് കുരുത്തുണ്ടാവുള്ളൂ. അതെ അതെ. തിരുവനന്തപുരംകാർക്ക് ഈ മേയറെ കണ്ണിൽ കണ്ടുകൂടാത്ത അവസ്ഥ നേരത്തെ ഉണ്ടായതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സമാധാനത്തോടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അടുപ്പുകല്ലിൽ പോലും അഴിമതി കാട്ടിയ നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? എല്ലാ നിയമനങ്ങളും പാർട്ടിക്കാർക്ക് എഴുതി കൊടുക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ മേയറുടെ ലെറ്റർ ഹെഡിൽ എഴുതി ആവശ്യപ്പെട്ട മുതിർന്ന പൊതുപ്രവർത്തകരോട് പോലും മര്യാദ ലെവലേശം കാട്ടാത്ത മേയർ എന്തെങ്കിലും പണി വാങ്ങിക്കൂട്ടുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. CPMലെ തന്നെ നേതാക്കൾക്കാർക്കും മേയർ ആര്യ രാജേന്ദ്രനോട് കാര്യമായ താല്പര്യമില്ല. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിരവധി സീനിയർ നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചു വന്നിട്ടും പല വനിതാ നേതാക്കളും മേയറാക്കപ്പെടും എന്ന് കണക്കാക്കപ്പെട്ടിട്ടും 21കാരിയായ ആര്യ രാജേന്ദ്രനെ ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മേയറാക്കിയത്. ആ അഹങ്കാരത്തിനെതിരെയാണ് യദു എന്ന ഒരു ഡ്രൈവർ ഒറ്റയാൻ പോരാട്ടം നടത്തി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത്. തുടർച്ചയായി മേയർ ഇങ്ങനെ വിവാദങ്ങളിൽ ചെന്നുപെടുന്നതും നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ വഷളാക്കി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നതും CPMലും അതൃപ്തിക്ക് കാരണമാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സ്ഥിതിയിൽ പക്വതയില്ലായ്മയും അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടിയുടെ മാനം കെടുത്തിയിരിക്കുന്നു എന്ന് പാർട്ടി തിരിച്ചറിയുന്നു. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്നും ഒഴിവാക്കി പക്വതയുള്ള മറ്റേതെങ്കിലും വനിതാ നേതാക്കളെ ചുമതലയേൽപ്പിക്കാൻ ആലോചന ശക്തമായി. ഈ വിവാദത്തോടെ ആര്യ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഏറെ വൈകാതെ ആര്യയ്ക്ക് പദവി ഒഴിയേണ്ടി വരുമെന്നും അവസാനത്തെ 1 വർഷം പുതുമുഖത്തെ പ്രതിഷ്ഠിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അടുത്ത വർഷം ഒടുവിൽ കോർപ്പറേഷനിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMനെ ഈ മുഖം വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒഴിയുന്നതാണ് ഉചിതമെന്നുമുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. സാർ വിഷമിക്കണ്ട, ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.